വർഷം മുമ്പല്ല, അഞ്ചാറ് വർഷമായി മരിച്ചിട്ട്. അത് പുള്ളി MC റോഡിൽ പുള്ളിയുടെ വണ്ടി കൊണ്ടിട്ടതിന് ശേഷം തൊട്ട് അപ്പുറത്തെ ട്രാക്കിൽ നേരെ ട്രാക്കിലേക്ക് പോകാനുള്ള വഴി കൂടി ചെന്നിട്ട് ട്രാക്കിൽ കൂടെ കടന്ന് കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് അവിടെയാണ് മരിച്ചു കിടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പല ഭാഗത്തും ബ്ലേഡ് കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൊലപാതകമാണ് എന്ന് ആളുകൾ സംശയിച്ചിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തക എന്ന നിലയിൽ അത് ഒരു കേസായിട്ട് തന്നെ ടേക്ക് അപ്പ് ചെയ്ത് അത് കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻപോട്ടേക്ക് വരികയും ഇവിടെ വന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കളോട്, അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, ഞാനും ഉമ്മൻചാണ്ടിയും കൂടിയാണ് ഇവിടെ വന്ന് അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ ആ കാര്യത്തിൽ അത് ഉപേക്ഷിച്ചത്. ആത്മഹത്യ എന്ന നിലയിലേക്ക് മാറി എന്നുള്ളത് സത്യമാണ്. അതും കൊലപാതകമായിരുന്നു എന്ന് നാട്ടുകാർ അന്നേ സംശയിച്ചിരുന്നു. ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഞാൻ അകത്ത് കയറി കണ്ടില്ല എങ്കിലും അവിടെ ബന്ധപ്പെട്ട ആളുകൾ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് 100% കൊലപാതകമാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം? ഇവിടെ ഇതര ഒരു സംസ്ഥാന തൊഴിലാളി ഇവിടുത്തെ വാച്ചറായി ഇവിടുത്തെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി ഉണ്ടായിരുന്നു. അത് ഓൺലൈൻ തട്ടിപ്പ് ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ ഇദ്ദേഹത്തിൻ്റെ തട്ടിച്ചു കൊണ്ടുപോയിരുന്നു എന്ന് കേട്ടു. 100% ഞങ്ങൾക്കറിയില്ല, കേട്ടു. ഏതായാലും അതേ തുടർന്ന് കേസാവുകയും അങ്ങേരെ കസ്റ്റഡി എടുക്കുകയും അങ്ങേരെ ജയിലിലാവുകയും ചെയ്തു. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇപ്പോൾ വെളിയിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഒരു ബംഗാളിയായിരുന്നു എന്നാണ് അറിയുന്നത്.